വിധത്തിൽ ഒരുപാട് ഭാഗ്യം കടാക്ഷിച്ച ഒരാളാണ് ഞാൻ. ആദ്യമായിട്ട് കുറച്ചു കാലം നാടൻ പണിയും പിന്നെ പള്ളിയിലെ മൊയിലേരൊക്കെ ആയിരിക്കുന്ന സമയത്തായിരുന്നു കല്യാണം നടന്നത്. 19-ാം വയസ്സ്. ആ സമയത്ത് തന്നെ എൻ്റെ ഭാര്യയെ കിട്ടിയത് തന്നെ ഞാനൊരു ഭാഗ്യമായി കണ്ടിരുന്നു. കാരണം എൻ്റെ എല്ലാ കുറവുകളും കണ്ടറിഞ്ഞ് അന്നത്തെ എൻ്റെ ജാഹിലിയ കാലഘട്ടം എന്ന് ഞാൻ പറയും, എൻ്റെ വീട്ടുകാരും എൻ്റെ നാട്ടുകാരൊക്കെ പറയുന്ന കാലത്ത് എന്നോടൊപ്പം ജീവിക്കാൻ സന്മനസ് കാണിച്ച എൻ്റെ ഭാര്യ എൻ്റെ ഭാഗ്യമെന്ന് ഞാൻ വിശ്വസിച്ചു. ആദ്യം എനിക്ക് കിട്ടിയ ഭാഗ്യം അതാണെന്ന് ഞാൻ വിശ്വസിച്ചു. പിന്നീട് തുടർന്ന് കുറച്ച് കാലത്തിന് ശേഷം സാധാ ജോലിയൊക്കെ എടുക്കുന്ന സമയത്ത് പന്തലിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് പാടിയിരുന്ന ഒരു പാട്ട് കേട്ട് എന്നെ പാട്ട് എഴുതിപ്പിച്ച് പിന്നീട് ഒരു പാടാനുള്ള ചാൻസ് തന്നപ്പോഴും ഞാൻ പറഞ്ഞു ഞാനൊരു ഭാഗ്യമുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ഭാഗ്യം തെളിഞ്ഞത് ഇന്ന് ജിദ്ദയിൽ ഇപ്പോൾ ഞാൻ എത്തിയപ്പോൾ ഒരു വലിയ ഒരു കൂട്ടായ്മയുടെ ഒരു മെമ്പർഷിപ്പ് വിതരണത്തിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. സർവശക്തനായ അല്ലാഹുവിന്റെ സ്തുതി. അതും വലിയൊരു മഹത് വ്യക്തിക്ക് തന്നെ അർഹനാണോ ഞാൻ എന്നറിയില്ല. 10 വർഷം കൊണ്ട് ഒരുപാട് നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈശ്വര കലാവേദിക്ക് എല്ലാവിധ നന്മകളും ഭാവങ്ങളും നേരുന്നു. 10 വർഷം കൊണ്ട് ഇത്രയ്ക്കധികം വളർന്നെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത 10 വർഷം കൊണ്ട് തന്നെ KSIയിലെ തന്നെ എന്ന് മാത്രമല്ല GCCയിലെ തന്നെ ഏറ്റവും വലിയൊരു കലാസംഘടനയായി മാറട്ടെ ഈശ്വര കലാവേദി എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്നേക്കാൾ ഉപരി ഈശ്വര കലാവേദിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ഇന്നലെ ഉണ്ണീൻ സാഹിബ് ഉണ്ണീൻ ബിലാക്കലാണ് എന്നോട് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞത്, വിശദമായി പറഞ്ഞു തന്നു. എന്തായാലും ആ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച ഉണ്ണീൻകാക്ക് ഞാൻ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എന്നെ ആദ്യമായി ജിദ്ദയിൽ കൊണ്ടുവന്നത് ഹസൻ ഭായി ആയിരുന്നു. അദ്ദേഹത്തോടും എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. പിന്നെ കുറച്ചു കാലം എനിക്ക് ഈ GCCയിൽ മൊത്തം പറയുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ അടുപ്പവും ബന്ധങ്ങളൊക്കെ ഉള്ളത് ഈ ജിദ്ദയിലെ കുറേ ആളുകളാണ്. ഞാൻ കുറച്ചു കാലം സുഖമില്ലാതെ കിടന്ന സമയത്തും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എന്നെ സമാധാനിപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരോടൊക്കെ തന്നെ തീരാത്ത നന്ദി രേഖപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഇപ്രാവശ്യം എന്നെ കൊണ്ടുവന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ജുനൈദ്, അവരോടും ഞാൻ നന്ദി അറിയിക്കണം. എൻ്റെ എല്ലാ മറ്റു സുഹൃത്തുക്കളോടും ഒരുപാട് നല്ല കലാകാരന്മാരുടെയും കലാകാരികളും ഈശ്വൽ കലാവേദിയിൽ ഉണ്ടെന്നറിയാം. അവർക്കൊപ്പം ഞാൻ ഒന്നുമല്ല എന്ന് എനിക്ക് തന്നെ തോന്നി ഇവിടെ നിന്ന് പാടിയപ്പോൾ. ഞാൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ഇക്കയുടെ മോളാണ് സമക്കുട്ടി. ആ കുട്ടിയുടെ പാട്ട് കേട്ടപ്പോൾ തന്നെ ഇനി ഞാൻ ഒരു സച്ചിൻ ടെണ്ടുൽക്കർ ഡബിൾ സെഞ്ചുറി അടിച്ച് ഔട്ടായതിനു ശേഷം അനിൽ കുംബ്ലെ ബാറ്റ് ചെയ്യാൻ വന്നാൽ എങ്ങനെ ഉണ്ടാവും, അതേ അവസ്ഥയായിപ്പോയി. അപ്പം എന്തായാലും ഇനിയൊരു വിരഹഗാനം നിങ്ങൾക്ക് മുന്നിൽ പാടി ഞാൻ ബോറടിപ്പിക്കുന്ന ഒരു പഴയ നല്ല മാപ്പിള ഗാനം ആലപിക്കുകയാണ്.